അപ്പൊ അതിനെ കൊല്ലണ്ടായിരുന്നു. അതിനെ വെറുതെ വിട്ടുകൂടെ ഞങ്ങക്ക്? എനിക്കൊരൊറ്റ മോനും ഉള്ളൂ. ഞങ്ങക്ക് ഇനി ആരുണ്ട്? ഈ കൊച്ചു വണ്ടി പോകുമ്പോ ബൈക്കിൽ പോകുമ്പോ പട്ടി വട്ടം ചാടിയ കൊച്ചിന് ആക്സിഡന്റ് സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാറിനകത്ത് പോണതാ. എന്നിട്ട് പോലും അത്രയും സംരക്ഷണം ഞങ്ങൾ കൊടുക്കണുണ്ട്. ഈ സമൂഹം അത്രയും കൊടുക്കണില്ല. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിന് സമീപം നടന്ന ഒരു ആക്സിഡന്റ്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് ഒരു കൊലപാതകമാണ് എന്നാണ്. ആ കൊലപാതകത്തിന്റെ പിന്നിൽ 2 CISF ഉദ്യോഗസ്ഥരാണെന്നാണ് വിവരങ്ങൾ. എന്താണെങ്കിലും ഇവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ച വ്യക്തിയുടെ പേര് ഐവിൻ എന്നാണ്. 24 വയസ്സ് മാത്രമാണ് പ്രായം. അങ്കമാലി തുറവൂർ സ്വദേശിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയിൽ വർക്കിന് പോകുന്ന സമയത്താണ് ഇവർ തമ്മിൽ ഈ CISF ഉദ്യോഗസ്ഥരുമായിട്ട് വഴിയിൽ വെച്ചൊരു തർക്കം ഉണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് ഇവന്മാർ കാർ ഇടിച്ച് ഈ ഐവിനെ കൊല്ലുന്നത്. ഈ CISF എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെൻട്രൽ ആംഡ് ഫോഴ്സ് ആണ്. ജനങ്ങൾക്കും ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും ഒക്കെ സെക്യൂരിറ്റി തരേണ്ട ഒരു ഫോഴ്സ് ആണ്. അവന്മാരാണ് ഈ കന്നന്തരവ് കാണിച്ചിരിക്കുന്നത്. കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അത് ഈ ഒരു കേസിനകത്ത് നമുക്ക് വ്യക്തമാണ്. നമുക്ക് ഏതെങ്കിലും കേസിന്റെ ഡീറ്റെയിൽസിനകത്തോട്ട് വരാം. 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാർ ഓടിച്ചിരുന്ന വ്യക്തി വിനയ് കുമാർ SI ആണ്. കൂടുള്ളത് കോൺസ്റ്റബിൾ മോഹൻകുമാർ. ഇവർ 2 പേരും മലയാളികളല്ല, UP ബീഹാർ സ്വദേശികളാണ്. ഇവരും നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. മരിച്ച വ്യക്തി ഐവിൻ ജിജോ, ഞാൻ പറഞ്ഞല്ലോ, അങ്കമാലി സ്വദേശിയാണ്. ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ പയ്യന് 24 വയസ്സേ ഉള്ളൂ. പഠിച്ചിറങ്ങി ക്യാമ്പസ് സെലക്ഷനിലാണ് അവിടെ ജോലി കിട്ടുന്നത്. ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 ഇയർ ആയതേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നത്, ഈ സംഭവം നടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു CCTV ഫുട്ടേജ് കാണിക്കാം. ഇതിനകത്ത് 2 വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ മുന്നിൽ കിടക്കുന്നത്, ഈ ലൈറ്റ് കത്തിച്ച് കിടക്കുന്ന ഐവിന്റെ വണ്ടിയാണ്. ഇതാണ് ഐവിൻ. ഇതാണ് ഈ തർക്കം ഉണ്ടായ ഉദ്യോഗസ്ഥർ. ബാക്കി കാണാം. ഈ ഒരു ഫൂട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ വന്ന ഒരു മാരുതി എക്സ്പ്രസോ എന്ന് പറയുന്ന വണ്ടിയാണ്. ഐവിൻ്റെത് ഓൾട്ടോ ആണ്. ഓൾട്ടോ ആ എക്സ്പ്രസോവിനെ എന്താ പറയാ കൊണ്ടുപോയി കുറുകെ നിർത്തിയിട്ടാണ് ഇറങ്ങിച്ചെന്ന് ഐവിൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് മിഡിൽ ഫിംഗർ കാണിച്ചേക്കുന്നത്? അന്നേരം അവിടുന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അന്നേരം ഇവർ തമ്മിൽ ഈ സൈഡ് കൊടുക്കുന്നതിനിടയിൽ എന്തോ ഒരു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥർ ഇവന്മാര് ഇവനെ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടുണ്ട്. അന്നേരമാണ് ഐവിൻ അത് വണ്ടി കൊണ്ടുപോയി കുറുകെ നിർത്തിയിട്ട് ഇവന്റെ അടുത്ത് ഇറങ്ങി ചോദിച്ചേക്കുന്നത്, എന്തിനാണ് നീ ഈ മാതിരി തോന്നിയാസം കാണിച്ചതെന്ന്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം അവിടെ നടക്കുന്നത്. എനിക്ക് ആ ഒരു ഫൂട്ടേജ് കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലായത്. ബാക്കിയോടെ കാണാം. അത് കഴിഞ്ഞിട്ട് അവന്മാർ ചോദിക്കുകയാണ്, അവന്മാർ ഐവിൻ ഈ വണ്ടി കൊണ്ടുപോയി കുറുക്ക് വെച്ചതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇത് ഹൈവേ വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഐവിൻ പറയാണ്, ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സിലായോ? ബാക്കി കേൾക്കാം. സോ അഗെയിൻ ഈ പറഞ്ഞ സാധനം തന്നെ, നീ എന്തിനാണ് മിഡിൽ ഫിംഗർ കാണിച്ചത് എന്നുള്ള രീതിയിൽ തർക്കം അവിടെ കൂടുന്നുണ്ട്. അതിനുശേഷം അവന്മാർ വന്ന കാറാണ്, ഈ ഇടിച്ച കാറാണ്, ഐവിന് ഇടിച്ച കാറാണ് അത്. അവന്മാർ വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ട് റിവേഴ്സ് എടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനസ്സിലായോ? നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ. എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്? അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇതിനകത്ത് ഈ ഒരു വിഷ്വൽസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോഴത്തേക്ക് ഐവിൻ കയറി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഏതോ ഒരുത്തനുമായിട്ട് ഒരു പിടിവലിയും പോലെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. യൂണിഫോം ഫോഴ്സിന്റെ ഭാഗമായ ആളുകളിൽ നിന്ന് ഇത്രയും ക്രൂരത ഉണ്ടാകുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം വ്യക്തം. അങ്ങനെ ഇവന്മാർ വണ്ടി എടുത്ത് മുന്നോട്ട് വന്നെടുത്ത് ഐവിൻ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഐവിനെ ഇടിച്ച് ആ വണ്ടിയുടെ ബോണറ്റിൽ ഐവിനെ ആക്കിക്കൊണ്ട് ഇവന്മാർ പോകുന്നത്. അതിന്റെ ഒരു വിഷ്വൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബോണറ്റിന്റെ മുകളിൽ ഐവിൻ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതിന്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഐവിൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഈ സംഭവ സ്ഥലത്തുള്ള ഇവന്മാരെ പിടിച്ച ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവന്മാർ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ഇവന്മാർക്ക് ഇതിന് ആക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
കൊണ്ടായിരിക്കണം ഇവന്മാർ വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോഴാണ് ഐവിൻ വന്ന് ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്. ഒന്നാമത് ഇവന്മാർ കുടിച്ചിട്ടുണ്ട്, അവിടെ വലിയൊരു തർക്കം നടന്നിട്ടുണ്ട്, വണ്ടി ഇടിച്ച് ഇവനെയും കൊണ്ട് പോവുകയാണ്. ബോണറ്റിന്റെ മുകളിലാണ് ഇവനെയും കൊണ്ട് പോകുന്നത്. ഞാൻ ആ ഒരു വഴക്ക് നടന്ന ലൊക്കേഷൻ കാണിച്ചു തരാം. നമ്മൾ മാപ്പിൽ നോക്കുവാണെങ്കിൽ ഈ റോഡ് കണ്ടോ, ഈ തോംബ്ര റോഡ് എന്ന് പറയുന്ന റോഡ് വെച്ചിട്ടാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ഈ നായ്ത്തോട് AKG ഗ്രൗണ്ടിന് സമീപത്ത് കണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. ഈ വഴക്ക് നടക്കുന്നത്, സോറി ആക്സിഡന്റ് അല്ല, വഴക്ക് നടക്കുന്നത്. ഇവിടുന്ന് ഈ വഴക്ക് നടന്നിട്ട് ഈ റോഡ്, ഈ തോംബ്ര റോഡിൽ കൂടെ ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഈ ഐവിനെയും ബോണറ്റിന്റെ മുകളിൽ ഇട്ടുകൊണ്ട് ഇവന്മാർ പോയി. എന്നിട്ട് എവിടെയോ വെച്ച് ഇവന്മാർ സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പോഴത്തേക്ക് ഐവിൻ വണ്ടിയുടെ അടിയിലായി. അവിടുന്ന് വലിച്ച് ഒരച്ച്, റോഡിൽ കൂടെ ഐവിനെ വലിച്ച് ഒരച്ച് ഇവന്മാർ പോവുകയാണ്. അപ്പോഴാണ് നാട്ടുകാർ ഇത് കണ്ട് ഇടപെടുകയും നാട്ടുകാർ ഐവിനെ ഈ വണ്ടിയുടെ അടിയിൽ നിന്ന് വലിച്ച് എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ഇവന്മാർ ഈ ഐവിനെ വലിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. കാര്യം ഈ ഐവിന്റെ ആൾട്ടോ കാറ് കിടന്ന ലൊക്കേഷനും ഇവന്മാരുടെ കാറ് കിടന്ന ലൊക്കേഷനും തമ്മിൽ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ വലിച്ചഴച്ചുകൊണ്ട് പോയി എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച കുറച്ച് പ്രദേശവാസികളുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു എത്രമാത്രം ബ്രൂട്ടലാണ് ഈ സംഭവം എന്ന് മനസ്സിലാവും. ഞാൻ അതൊന്ന് വെക്കാം ആദ്യം. ഒരു കാറിലോ ജീപ്പിലോ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് ലെൻസിലൊക്കെ കുത്തിക്കയറി കഴിഞ്ഞ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസും കൂടെ വന്നായിരുന്നു. മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് മറ്റേ CSF ജവാനെയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു. മലം ഉണ്ടായിരുന്നു, കട്ടച്ചോര, മൂക്കിൽ നിന്ന് വായിന്ന് കട്ടച്ചോരയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കാണ് CSF ജവാനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. വണ്ടിയിൽ കയറ്റുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല. ആളെ എടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് ഈ പാൻറ്റിൻ്റെ അവിടെ ബെൽറ്റുമേൻ ബനിയന്മേൻ പിടിച്ചുള്ളൂ. ശരീരത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ്. ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാണുന്നില്ല. ഈ വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടിമേ ഒരച്ച മാതിരി തോന്നണം ശരീരം കണ്ടു കഴിഞ്ഞാൽ. അതറിയില്ല. ഞങ്ങളിവിടെ കാണുമ്പോൾ ഒരു പ്രദേശം മൊത്തം അരഞ്ഞിരിക്കുകയാണ്. മുഖത്തിനും പറ്റിയിട്ടുണ്ട്. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം ആകെ അരഞ്ഞ് പോയ മിക്സിയിലിട്ട് അരച്ച മാതിരിയാണ്. ഇയാൾ ആ സമയത്ത് ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വ്യക്തിയാണ്. അയാൾ പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അന്നേരം എത്രമാത്രം ക്രൂരമായിട്ടാണ് ഇവന്മാർ പെരുമാറിയതെന്ന് ഇതിനകത്ത് തന്നെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു നല്ലൊരു ദൂരം ഈ പയ്യനെ വണ്ടിയുടെ അടിയിലിട്ട് ഇവന്മാർ വലിച്ച് ഒരച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ വരില്ല. ഇത് നാട്ടുകാർ കണ്ട് നാട്ടുകാർ ഇടപെട്ടപ്പോഴാണ് ഇവന്മാർ വണ്ടി നിർത്തിയിട്ട് ഓടാൻ ശ്രമിക്കുന്നത്. ഈ വിനയ് എന്ന് പറയുന്നവരാണ് വണ്ടി ഓടിച്ചത്. അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മറ്റേ മോഹൻകുമാർ എന്ന് പറയുന്നവൻ ഇറങ്ങി ഓടി ആളുകൾ കൂടിയപ്പോഴത്തേക്ക്. അവനെ എന്നിട്ട് പോലീസ് എയർപോർട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലീസ് ഇതിനകത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നതിന്റെ ഒരു പ്രധാന പ്രൂഫായിട്ട് വരുന്നത് ആ ഒരു കാറാണ്. ആ കാറിൽ നിന്ന് കിട്ടാവുന്ന എവിഡൻസ് ആണ്. ഈ കാറ് ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് മാറ്റി ആദ്യം. എന്നിട്ട് പിന്നീട് എനിക്കൊന്ന് രാവിലെ എന്തോ ആണ് ഈ കാറ് പിന്നെയും ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് തെളിവെടുക്കുന്നതിന് മുമ്പ് തന്നെ, ഈ വൈദ്യപരിശോധന നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാർ ഇവിടുന്ന് മാറ്റി. അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെപ്പറ്റി ഈ കേസ് അന്വേഷിക്കുന്ന റൂറൽ SP ഹേമലത എടുത്ത് ചോദിച്ചപ്പോൾ അവരും ഒരു പ്രോപ്പറായിട്ടൊരു മറുപടി അടിച്ചങ്ങ് വിടുക. ഞാൻ അതോടൊന്ന് വെക്കാം. വാഹനം മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു വ്യക്തമായ മറുപടി അല്ല അവർ തരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി CISF ഉദ്യോഗസ്ഥരൊക്കെ ആണല്ലോ. അപ്പം രക്ഷപ്പെടുത്താൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആണോ എന്നറിയില്ല. എന്താണെങ്കിലും ഇതിനകത്ത് മെയിൻ ഒരു തെളിവായിട്ട് വന്നേക്കുന്നത് ഈ ഐവിൻ ഈ കോൺവെർസേഷൻ, ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിലുള്ള കോൺവെർസേഷൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു തെളിവ്. ഇവർക്കെതിരെയുള്ള ഒരു പ്രൂഫ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇവര് നല്ല രീതിയിൽ തന്നെ പെടും. കാര്യം CCTV ഫൂട്ടേജും കാറിനകത്ത് നിന്ന് കിട്ടുന്ന എവിഡൻസും ഇതുപോലെ ഫോൺ റെക്കോർഡ്സും എല്ലാം ഉണ്ട്. ഇവര് തമ്മിൽ മുൻപിൽ പരിചയമൊന്നുമില്ല. ആ സമയത്തുണ്ടായ ആ ഒരു മൊമെന്റിലുണ്ടായ തർക്കത്തിന്റെ പുറത്താണ് ഈ ഒരു കൊല നടന്നതെന്നാണ് ഇപ്പോൾ ഈ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്കിനി
ഈ ഐവിൻ്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതാണ് നമുക്ക് കേട്ട് വയ്ക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണതാണ്. കാരണം ഞാൻ 10-25 വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിലുള്ളതാണ്. എവിടെയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കണ്ടീഷൻ എനിക്ക് കുറേ മനസ്സിലാവും. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം പറഞ്ഞു അവർ കൊന്നടി എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കൂത്താട്ടോളം അങ്ങോട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, എടാ എൻ്റെ കൊച്ചിനെ അവർ കൊന്നടാ. പക്ഷെ കൊന്നോന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വാശിപ്പുറത്ത് എന്തെങ്കിലും അടിക്കോ പിടിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചതാണെങ്കിൽ എന്തെങ്കിലും അവന്റെ കൈനോ കാലിനോ പരിക്ക് പറ്റിയെന്നുള്ളതല്ലാതെ ഒരിക്കലും അവനെ കൊന്ന് പോണത്തെ കയറ്റി വെച്ചൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവനൊരു പാവം കൊച്ച, അവൻ പേടി തൂർണ. ആരെങ്കിലും കൂട്ടില്ലാതെ അവൻ ഒരിടത്തും പോവില്ല. ഒന്നില്ല ഞാൻ കൂട്ടുവേണം, അല്ലെങ്കിൽ മോള് കൂട്ടുവേണം, അമ്മ കൂട്ടുവേണം. ഒരു സിനിമയ്ക്ക് പോയാലും സിനിമയ്ക്ക് പാടി എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടല്ലാതെ, അല്ലെങ്കിൽ അവന്റെ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് കാവ്സിൽ തന്നെ വർക്ക് ചെയ്യണവരാ. അവരല്ലാത്ത കൂടെ ഒരിടത്തും കൂട്ടില്ല. ഇവിടെ വേറെ ഒരു പരിപാടിക്ക് അവൻ പോകാറുമില്ല, ഒന്നിനുമില്ല. ഈ വീട് കാവ്സ് അല്ലാതെ വേറെ ഒരു കാര്യത്തിന് എൻ്റെ കൊച്ചു പുറത്തിറങ്ങണതല്ല. ഒരു തമ്മിത്തല്ലോ വഴക്കിനോ പോണതല്ല. ഒരു കള്ളുകൂടിയോ പെണ്ണുകൂടിയോ കഞ്ചാവോ ഒന്നുമില്ലാത്ത കൊച്ച. ഇന്നലെ ഹസ്ബൻഡ് വിളിച്ചപ്പോഴും പറഞ്ഞു, നമ്മുടെ പിള്ളേർ ഇതിനൊന്നുമില്ല. ഓരോരുത്തർ മൈതാനത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരും അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പൊ അതാണ് അമ്മയുടെ പ്രതികരണം. അവർ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. 2 മക്കളാണുള്ളത്, ഒരാണും പെണ്ണും. പയ്യന്റെ അവസ്ഥ ഇതാണ്. രാത്രിയിലാണ് ഈ പയ്യൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബൈക്കിൽ പോവുകയാണെങ്കിൽ പട്ടിയൊക്കെ കുറുക്കി ആടി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കാറിനത് സേഫായിട്ട് പോയിട്ട് വരട്ടെ എന്നുള്ള തരത്തിലാണ് ഇവര് കാറ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് അത് തന്നെ വിനയായി. സത്യത്തിൽ ഇവന്മാര് കള്ളിന്റെ പുറത്ത് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. എന്താണെങ്കിലും മാക്സിമം ശിക്ഷ ഈ 4 പേർക്ക് കിട്ടട്ടെ എന്ന് പറയാനുള്ളൂ. കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്കൊന്നും ഇതുപോലത്തെ ഗതികേടൊന്നും വരത്തില്ല. മാന്യമായിട്ട് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഗതികേട് വരത്തുള്ളൂ. എന്താ പറയാനാ, കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്തെങ്കിലും പറയേണ്ടതാണെന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ശരി, എനിക്ക് ബൈ.